പോകുന്നത് നമ്മളെ മൊഡ്യൂൾ 4നെ പറ്റിയിട്ടാണ്. സോ നമ്മളെ മൊഡ്യൂൾ 4 എന്ന് പറയുന്നത് സെറിബ്രൽ കോർട്ടെക്സ് എന്താ, അതിൻ്റെ ഏരിയാസ് ഏതൊക്കെ, ദെൻ അതിൻ്റെ ഫങ്ഷൻസ് അതെങ്ങനെയൊക്കെ എഫക്റ്റ് ചെയ്യുന്നു, ദെൻ സ്ലീപ്പ് എന്താ, പിന്നെ ടെക്നിക്സ് ഇൻ ന്യൂറോ ഫിസിയോളജി, നമ്മളിതിൽ എന്തൊക്കെ കാര്യങ്ങൾ മെഷർ ചെയ്യുന്നു അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ഇതിനെ യൂട്ടിലൈസ് ചെയ്യുന്നു, ഈ ഫീൽഡിൽ ഏതൊക്കെ കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മളെ ബ്രെയിൻ്റെയും കാര്യങ്ങളുടെയും ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് എന്നുള്ളൊരു കാര്യങ്ങളൊക്കെയാണ് ഇതിൽ മേജറായിട്ട് നോക്കുന്നത്. സോ ഫസ്റ്റ് വൺ ഈസ് ഫങ്ഷൻസ് ഓഫ് ദ സ്പെസിഫിക് കോർട്ടിക്കൽ ഏരിയാസ്. നമ്മളെ ഈ ഒരു സ്പെസിഫിക് കോർട്ടിക്കൽ ഏരിയാസിൻ്റെ മേജർ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ സെറിബ്രൽ കോർട്ടെക്സിൻ്റെ ആ ഒരു ഏരിയയുടെ സ്പെസിഫിക് കോർട്ടിക്കൽ ഏരിയാസിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയെന്നാണ് പറയുന്നത്. സോ ഫസ്റ്റ് വൺ ഈസ് അവിടുത്തെ അസോസിയേഷൻ ഏരിയാസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. പരൈറ്റോ, ഒസിപിറ്റോ, ടെമ്പോറൽ. Then next one is prefrontal and limbic association areas with special emphasis on Wernicke's area. Then prefrontal and limbic association areas with special emphasis on Broca's area. ഈ ഒരു കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളതാണ് മേജറായിട്ട് പറയുന്നത്. സോ കുറച്ച് കാണുമ്പോൾ കുറച്ച് വലുതായി തോന്നെങ്കിലും അത്യാവശ്യം ഈസി ആയിട്ടുള്ള സബ്ജക്റ്റുകളാണ് ഇതിൽ പറയാൻ പോകുന്നത്. സോ ദ ഫസ്റ്റ് വൺ ഈസ് പരൈറ്റോ ഒസിപിറ്റോ ടെമ്പോറൽ. The Pareto-occipital temporal PTO. That means Pareto-temporal occipital. Association area is also referred to as a temporo-Pareto-occipital. എന്താണ് Pareto-occipital temporalനെ അല്ലെങ്കിൽ Parietal temporal occipitalനെ എന്തായിട്ടും പറയുന്നുണ്ട്, ഓൾസോ റെഫേർഡ് ആസ് temporo-Pareto-occipital junction എന്നും പറയുന്നുണ്ട്. Is an area within cerebral cortex where the parietal, temporal and occipital lobes means നമ്മൾ ഈ പാരൈറ്റൽ ലോബും ടെമ്പോറൽ ലോബും ഒസിപിറ്റൽ ലോബും കൂടിച്ചേരുന്ന ഒരു ഏരിയ സെറിബ്രൽ കോർട്ടെക്സിന്റെ ഏരിയനെയാണ് എന്ത് നമ്മൾ ഈ പാരൈറ്റോ ഒസിപിറ്റോ ടെമ്പോറൽ ഏരിയ എന്ന് പറയുന്നത്. ഹൈ ലെവൽ ഓഫ് ഇന്റർപ്രറ്റിംഗ് മീനിങ്ഫുൾ സിഗ്നൽസ് ഇൻ ദ സറൗണ്ടിങ് സെൻസറി ഏരിയ. ദേ ഹാവ് ഫങ്ഷണൽ സബ് ഏരിയാസ്. എന്തൊക്കെയാണ് നമ്മളൊരു നമ്മൾ മീനിങ്ഫുൾ സിഗ്നൽസിനെയും പിന്നെ സെൻസറി ഏരിയനെയൊക്കെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന ഭാഗം. ദെൻ അനാലിസിസ് ഓഫ് ദ സ്പേഷ്യൽ കോർഡിനേറ്റ്സ് ഓഫ് ദ ബോഡി. എന്താണ് നമ്മളെ സ്പേഷ്യൽ കോർഡിനേഷൻസും കാര്യങ്ങളതിനൊക്കെ അനലൈസ് ചെയ്യുക. ദെൻ പോസ്റ്റീരിയർ ഒസിപിറ്റൽ കോർട്ടെക്സ്, ആൻറ്റീരിയർ പാരൈറ്റൽ കോർട്ടെക്സ്, ഇതൊക്കെയാണ് ഇതിൻ്റെ മേജറായിട്ടുള്ളൊരു സബ് ഏരിയ ആയിട്ട് വരുന്നത്. ഒന്നുമില്ല, നമ്മളെ പാരൈറ്റൽ ലോബും നമ്മളെ ടെമ്പോറൽ ലോബും ഒസിപിറ്റൽ ലോബും കൂടിച്ചേരുന്ന ഒരു ഏരിയനാണ് എന്ത് നമ്മൾ ഈ ഒരു പരൈറ്റോ ഒസിപിറ്റോ ടെമ്പോറൽ ലോബ് ഏരിയ എന്ന് പറയുന്നുണ്ടായിരിക്കാം. ദെൻ അതിൻ്റെ നെക്സ്റ്റ് പോയിന്റാണ് നമ്മൾ പറയുന്നത്. This association area 1 of 3 in the cortex is responsible for the assembly of auditory, visual, somatosensory system information. എന്താണ് ഈ ഒരു അസോസിയേഷൻ ഏരിയ 1 of 3 in cortex? 1 of 3 in cortexൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ ഓഡിറ്ററിയും വിഷ്വലും സമാറ്റോസെൻസറി സിസ്റ്റം ഇൻഫർമേഷനിലും വലിയൊരു റോള് വഹിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫങ്ഷനിലായിട്ട് വലിയൊരു റോള് അവിടെ വരുന്നുണ്ട്. Meaning is assigned to stimuli in PTO, which outputs numerous other areas of the brain, notably the limbic and prefrontal association areas which are involved in memory. എന്താണ് ഈ ഒരു നമ്മൾ അതർ ഏരിയ സ്റ്റിമുലിയിലും നമ്മൾ ഈ PTO ഇതാക്കിയിട്ടുണ്ട്. പിന്നെ അതർ ന്യൂമറസ് ഏരിയ ഓഫ് ദ ബ്രെയിനിൽ ഇൻവോൾവഡ് ആയിട്ടുണ്ട്. നമ്മളെ മൂവ്മെൻറ്റ്സിലും ലിംബിക് സിസ്റ്റത്തിലും അതേപോലെ തന്നെ മെമ്മറിയിലൊക്കെ എന്താണ് നമ്മൾ ഈ PTO അല്ലെങ്കിൽ POT എന്ന് പറയുന്ന ഒരു ഏരിയ ഇതായിട്ട് വരുന്നുണ്ട്. അതിലൊരു വലിയ ഒരു ഭാഗം ഉണ്ട് എന്നാണ് പറയുന്നത്. കണ്ടോ ഈ ഒരു ജംഗ്ഷൻ പാരൈറ്റലും ടെമ്പോറലും ഓസിപിറ്റലിൻ്റെയും ഈ ഒരു ഏരിയ, അതിനെയാണ് നമ്മൾ എന്താ പറയുക, ഈ ഒരു പാരൈറ്റോ ഓസിപിറ്റോ ടെമ്പോറൽ ജംഗ്ഷൻ എന്ന് പറയുന്നത്. ദെൻ this is an area beginning with posterior parietal cortex and extending to superior occipital cortex. എന്താണ് നമ്മളെ പോസ്റ്റീരിയർ പാരൈറ്റൽ കോർട്ടെക്സ് എന്ന് തുടങ്ങിയിട്ട് നമ്മളതിൻ്റെ ഒരു എക്സ്റ്റെൻഡ് പോകുന്നത് ഏതാ, നമ്മൾ ഈ ഒരു പോസ്റ്റീരിയർ മുതൽ ഇതിൻ്റെ എക്സ്റ്റെൻഡ് പോകുന്നത് നമ്മളെ സുപ്പീരിയർ ഓസിപിറ്റൽ കോർട്ടെക്സ് വരെയാണ് ഇതിൻ്റെ ഒരു എക്സ്റ്റെൻഡ് ആയിട്ട് പോകുന്നത്. Then a function of the parietal temporal occipital is the analysis the spatial coordination of the body parts. ഒരു മേജർ പാർട്സ് ആയിട്ടുള്ള നമ്മളെ PTO, ഞാൻ ഒരു കോഡ് പോലെ പറഞ്ഞു പോവാണ് PTO എന്ന്, അത് റിമൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു PTO എന്താണ് നമ്മളൊരു
ഒരു സ്പേഷ്യൽ കോർഡിനേഷൻ ഓഫ് ഓൾ ബോഡി പാർട്സ്, നമ്മളെ എല്ലാ ബോഡി പാർട്സിൻ്റെയും ഒരു സ്പേഷ്യൽ കോർഡിനേഷനിൽ എന്ത് ചെയ്യുന്നുണ്ട്, വലിയൊരു റോള് നോക്കുന്നുണ്ട്. This area receives visual sensory information from the periphery occipital cortex and somatic sensory information from the anterior parietal cortex. നമ്മൾ ഫസ്റ്റ് പറഞ്ഞ തന്നെ വിഷ്വൽ, ഓഡിറ്ററി, സെൻസറി, സൊമാറ്റൈസേഷൻ അങ്ങനത്തെ ഇതിലൊക്കെ വലിയൊരു റോൾ വയ്ക്കുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെ എന്താണ്, നമ്മളെ വിഷ്വൽ സെൻസറി ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നത് നമ്മളെ പെരിഫറി ഓസിപിറ്റൽ കോർട്ടക്സ് എന്നും, പിന്നെ സൊമാറ്റിക് സെൻസറി ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നത് നമ്മളെ ആൻറ്റീരിയർ പറൈറ്റൽ കോർട്ടക്സ് എന്നും ആണെന്നാണ് പറയുന്നത്. ഫ്രം ദിസ് ഇൻഫർമേഷൻ കോർഡിനേറ്റ്സ് ആൻഡ് കമ്പ്യൂട്ട്സ് ദ വിഷ്വൽ ഓഡിറ്ററി ഇൻഫർമേഷൻ ഫ്രം ദ ബോഡി സറൗണ്ടിങ്സ്. നമ്മളെ ബോഡി എൻവറോൺമെൻറ്റിൽ നിന്ന് അല്ലെങ്കിൽ മറ്റുള്ള ഏരിയയിൽ നിന്ന് ഈ ഒരു ഇൻഫർമേഷനും കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്തും കൊണ്ട് അതിനെ കമ്പ്യൂട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, വിഷ്വൽ ഓഡിറ്ററി ഇൻഫർമേഷൻസ് നമ്മളെ ബോഡി സറൗണ്ടിങ്ങിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് അതിനെ കൃത്യമായിട്ട് ഫോം ചെയ്യുക. നമ്മൾ നെക്സ്റ്റ് വെർണിക്സ് ഏരിയയും ബ്രോക്സ് ഏരിയയൊക്കെ പഠിക്കുമ്പോൾ അതിൽ മനസ്സിലാവും, നമ്മൾ ഒരു വേർഡ് പറയണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ത്രൂ അവർ മൗത്ത് ഒരു കാര്യം പറയണമെങ്കിൽ എത്രത്തോളം ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമാണെന്നുള്ളത് കറക്റ്റായിട്ട് അവിടെ പറഞ്ഞു പോകുന്നുണ്ട്. ദെൻ ദ ഫസ്റ്റ് വൺ ഈസ് നെക്സ്റ്റ് point is in the left hemisphere the PTO involved in language recognition. ഏതാണ്, നമ്മളെ റൈറ്റ് ഹെമിസ്ഫിയറും ലെഫ്റ്റ് ഹെമിസ്ഫിയറും എന്ന് പറഞ്ഞിട്ട് രണ്ട് ഭാഗങ്ങളാണ് അവിടെ മേജറായിട്ട് വരുന്നത്. സോ ലെഫ്റ്റ് ഹെമിസ്ഫിയറിൽ എന്താണ് PTO, നമ്മളെ പാരൈറ്റൽ ടെമ്പറൽ ഓസിപിറ്റൽ ഏരിയ ഇൻവോൾവ് ആയിട്ടുള്ള എന്തിലാണ്, ലാംഗ്വേജ് റെക്കഗ്നിഷനിലും റീഡിങ്ങിലും ലിസണിങ്ങിലും ബാരലയിലും ആ കാര്യങ്ങളിലാണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. ബട്ട് ഈസ് നോട്ട് എൻറ്റയർലി റെസ്പോൺസിബിൾ ഫോർ ദീസ് ടാസ്ks. ഈ ഒരു ഇതിൽ റെക്കഗ്നേഷനിലൊക്കെ ഉണ്ടെങ്കിൽ കൂടി, ഇൻവോൾവ് ആണെങ്കിൽ കൂടി ഫുള്ളി ഇതിൻ്റെ ഫങ്ഷൻസിലും കാര്യങ്ങളിലും റെസ്പോൺസിബിൾ അല്ല. മീൻസ് ഇതിൽ എന്തെങ്കിലും ഒരു കുറവോ കാര്യങ്ങളോ അല്ലെങ്കിൽ ആ ഫങ്ഷൻ എന്തെങ്കിലും ഒരു കാര്യങ്ങളോ മുടക്കം വന്നു കഴിഞ്ഞാലും ഈ ഒരു ഏരിയ എന്തല്ല, അതിന് ഫുള്ളി റെസ്പോൺസിബിൾ അല്ല എന്നുള്ളൊരു കാര്യം കൂടിയാണ് പറയുന്നത്. ലാംഗ്വേജ് ഇൻ ആൾ ഇറ്റ്സ് മോഡലിറ്റീസ് ഇറ്റ് ഈസ് കവേർഡ് യൂസിങ് മെനി ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബ്രെയിൻ ഇൻക്ലൂഡിങ് എസ്ക്യൂൾസ് ഗൈറസ് ഇൻ ദ ലെഫ്റ്റ് ഹെമിസ്ഫിയർ. എന്താണ്, ലാംഗ്വേജ് ഇൻ ആൾ മോഡലിറ്റീസ് കവേർഡ് ബൈ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബ്രെയിൻ യൂസ് ചെയ്തിട്ടാണ് എന്ത് ഈ ലെഫ്റ്റ് ഹെമിസ്ഫിയറിൽ അതിൻ്റെ ഒരു ഫോർമേഷൻ ഉള്ളത്. വെറും PTO അല്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് അവിടെ കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പോയിന്റ് പറയുന്നത്. ദെൻ എന്താണ്, ഇൻ ദ റൈറ്റ് ദ PTO ഐഡൻറ്റിഫൈസ് ദ സ്പേഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഒബ്ജക്ട്സ് ആൻഡ് ഈസ് ഇൻവോൾവ് ഇൻ സ്പേഷ്യൽ അവയർനെസ്. റൈറ്റ് സൈഡ്, ലെഫ്റ്റ് സൈഡ് നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു, ലാംഗ്വേജിലും ഫോർമേഷനിലും ലിസണിങ് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെയാണ് മേജർ ഏരിയ വരുന്നത്. അറ്റ് ദ സെയിം ടൈം ദ റൈറ്റ് സൈഡ് എന്താണ്, നമ്മൾ സ്പേഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സും അതുപോലെ ഒബ്ജക്ട്സും പിന്നെ സ്പേഷ്യൽ അവയർനെസ്സും കാര്യങ്ങളൊക്കെയാണ് എന്ത് നമ്മളെ റൈറ്റ് സൈഡ് ഏരിയ മേജറായിട്ട് നോക്കുന്നതെന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മൾ പറഞ്ഞത്. ദ ഫസ്റ്റ് വൺ ഈസ് PTO, നമ്മളിതിൻ്റെ ഒരു ഏരിയ. പാരൈറ്റൽ ലോബും ഓസിപിറ്റൽ ലോബും ടെമ്പറൽ ലോബ്സും മീറ്റ് ചെയ്യുന്ന ഒരു ജംഗ്ഷൻ, അതിനെയാണ് നമ്മൾ പാരൈറ്റൽ ഓസിപിറ്റൽ ലോബ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ലെഫ്റ്റ് ഏരിയത്തെ മേജർ ഫങ്ഷനായിട്ട് മീൻസ്, രണ്ടാമത് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടാവുക, സ്പെസിഫൈ ചെയ്തിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നൊരു സാധനം അല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് റിമൈൻഡ് ചെയ്യാൻ പറ്റുന്നൊരു ടോപ്പിക്കായിരിക്കും രണ്ടാമത് പറയുന്നുണ്ടാവുക. ടോപ്പിക്കല്ല, ആ ഒരു പോയിന്റ് ആയിരിക്കും ഒന്നുകൂടി റിവൈസ് ചെയ്യുന്നുണ്ടാവുക. സോ ലെഫ്റ്റ് സൈഡ് റീഡിങ്, ലിസണിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻവോൾവ് ആകുമ്പോൾ ഇതിൻ്റെ റൈറ്റ് സൈഡ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ എന്താണ് സ്പേഷ്യൽ കാര്യങ്ങളിലും നമ്മളെ മൂവ്മെൻറ്റ്സിലും ഒബ്ജക്റ്റുകളെ മനസ്സിലാക്കാനുള്ളൊരു കാര്യങ്ങളിലൊക്കെ മേജറായിട്ട് ഏരിയ നോക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. സോ ദ സെക്കൻഡ് വൺ ഈസ് പ്രീഫ്രോണ്ടൽ ആൻഡ് ലിംബിക് അസോസിയേഷൻ ഏരിയാസ് വിത്ത് സ്പെഷ്യൽ എംഫാസിസ് ഓൺ വെർണിക്സ് ഏരിയ. The prefrontal association area is located in the frontal lobe and is involved in planning, decision make and moderating social behavior. Prefrontal association area എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്, നമ്മളുടെ ഫ്രോണ്ടൽ ലോബിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ അത് ഇൻവോൾവ് ആയിട്ടുള്ള ഇതിലൊക്കെ നമ്മളെ കോഗ്നിറ്റീവ് പ്രോസസ്സുകളായ പ്ലാനിങ്, ഡിസിഷൻ മേക്കിങ്, സോഷ്യൽ ബിഹേവിയർ, അതിലൊക്കെയാണ് എന്ത് മേജറായിട്ട് ഇൻവോൾവ് ചെയ്തിട്ടുള്ളത്. It connects the primary motor areas, sensory areas and limbic system which process emotions. എന്താണ് മേജറായിട്ട് അവിടെ കണക്ട് ചെയ്യുന്നത് നമ്മളെ പ്രൈമറി മോട്ടോർ ഏരിയാസിനെയും സെൻസറി ഏരിയാസിനെയും പിന്നെ ലിംബിക് സിസ്റ്റത്തിനെയും പിന്നെ ഇമോഷൻസിനെയും പ്രോസസ്സ് ചെയ്യുന്ന ഒരു കാര്യത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, കണക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്.
സോ ദ ലിംബിക് അസോസിയേഷൻ ഏരിയ ഇസ് എസെൻഷ്യൽ ഫോർ മെമ്മറി ഫോർമേഷൻ ആൻഡ് ഇമോഷണൽ പ്രോസസ്സിങ്. ഈ ലിംബിക് അസോസിയേഷൻ ഏരിയ ഇതാ ഈ ഒരു ഭാഗം കണ്ടോ, അവിടെ വെർണിക്സ് ഏരിയയും അതേപോലെ ബ്രോക്കാസ് ഏരിയയും സെപ്പറേറ്റ്ലി മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ലിംബിക് അസോസിയേഷൻ ഏരിയയ്ക്കാണ് എന്ത് മേജറായിട്ടുള്ളൊരു മെമ്മറി ഫോർമേഷനിലും ബിഹേവിയർ, ഇമോഷൻസ്, മോട്ടിവേഷൻ കണ്ടോ ഈ ഒരു ഭാഗം മേജറായിട്ട് അവിടെ മെമ്മറി ഫോർമേഷനിലും ഇമോഷണൽ പ്രോസസ്സിങ്ങിലൊക്കെ മേജറായിട്ടുള്ള ഒരു റോൾ വരുന്നത്. ലൊക്കേറ്റഡ് ഇൻ ദ മീഡിയൽ പാർട്ട് ഓഫ് ദ ടെമ്പോറൽ ലോബ്, ഇറ്റ് കണക്ട്സ് ദ ഹിപ്പോകാമ്പസ്, അമിഗ്ഡാല ആൻഡ് അതർ പാർട്സ് ഓഫ് ദ ലിംബിക് സിസ്റ്റം. ഹിപ്പോകാമ്പസും അമിഗ്ഡാലയും പിന്നെ അതർ പാർട്സ് ഓഫ് ദ ലിംബിക് സിസ്റ്റത്തിനെ എന്ത് ചെയ്യുന്നുണ്ട്, കണക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. സോ മേജറായിട്ട് എന്താ, അമിഗ്ഡാലയാണ് നമ്മൾ ഒരുവിധം ഇമോഷൻസിനും കാര്യങ്ങളതിനൊക്കെ കൺട്രോൾ ചെയ്യുന്നത്, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് റോളായിട്ട് ഉള്ളൊരു കാര്യം വരുന്നത്. സോ അതാണ് നമ്മൾ എന്ത് പറയുന്നത് ലിംബിക് സിസ്റ്റം. അതേപോലെ ഇതിൻ്റെ ഒരു പ്രീ ഫ്രോണ്ടൽ അസോസിയേഷൻ ഏരിയ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഫ്രോണ്ടൽ ലോബിൻ്റെ മേജറായിട്ട് എന്തൊക്കെ കാര്യത്തിൽ ഇൻവോൾവ് ചെയ്തു, അതേപോലെ ലിംബിക് സിസ്റ്റത്തിനെ പറ്റിയിട്ട് ജസ്റ്റ് ഒരു ഇൻട്രോ ആണ് നമ്മളവിടെ പറഞ്ഞത്. സോ നെക്സ്റ്റ് വണ്ണാണ് നമ്മൾ മേജറായിട്ട് പറയാൻ പോകുന്നത് വെർണിക്സ് ഏരിയ. ഫസ്റ്റ് ഈ പിക്ചറിൽ തന്നെ അവിടെ പറയുന്നുണ്ട് ലാംഗ്വേജ് കോംപ്രഹെൻഷൻ, ഇൻ്റലിജൻസ്, ആ ഒരു ഏരിയയാണ് മേജറായിട്ട് നോക്കുന്നതെന്നാണ് ആ ഒരു പിക്ചറിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ നമുക്കത് നോക്കാം. വെർണിക്സ് ഏരിയ സിറ്റുവേറ്റഡ് ഇൻ സുപ്പീരിയർ, ഇതുണ്ടോ, സുപ്പീരിയർ ടെമ്പോറൽ ഗൈറസ് ഓഫ് ദ ലെഫ്റ്റ് ടെമ്പോറൽ ലോബ്. ഇവിടെ കാണുമ്പോൾ നമുക്ക് റൈറ്റ് ആയിട്ടാവും തോന്നുന്നു, പക്ഷേ അത് ഇതായിട്ട് വെക്കുമ്പോൾ ലെഫ്റ്റ് ടെമ്പോറൽ ലോബിലാണ് അങ്ങനെ വരുന്നുണ്ടാവുക. ഈസ് റെസ്പോൺസിബിൾ ഫോർ ലാംഗ്വേജ് കോംപ്രഹെൻഷനിലാണ് എന്ത് നമ്മളെ ഇതിന് മേജറായിട്ടൊരു ഇതുള്ളത് എന്ന് പറയുന്നത്. നമ്മളെ വെർണിക്സ് ഏരിയയ്ക്ക് എന്താണ് മേജറായിട്ടൊരു ഇതുള്ളത് നമ്മളെ ലാംഗ്വേജ് കോംപ്രഹെൻഷനിലാണ് എന്ത് ഈ ഒരു മേജർ പാർട്ട് അല്ലെങ്കിൽ ഇവരുടെ ഒരു മേജർ ഏരിയ എന്ന് പറയുന്നത്. ലാംഗ്വേജ് മനസ്സിലാക്കുക, ലാംഗ്വേജ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നൊക്കെ പറയില്ലേ, അതിനാണ് നമ്മൾ കോംപ്രഹെൻഷൻ എന്ന് പറയുക. ഇറ്റ് ഇൻ്റർപ്രറ്റ്സ് ദ മീനിങ് ഓഫ് വേർഡ്സ് ഓർ ട്രാൻസ്ലേറ്റ് ദം ബൈ റെക്കഗ്നൈസിങ് സ്പോക്കൺ ഇംഗ്ലീഷ്. ഇപ്പം ഞാൻ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഏതാ നിങ്ങളതിനെ റെക്കഗ്നൈസ് ചെയ്ത്, അല്ലെങ്കിൽ ഞാനൊരു വേർഡ് പറയുകയാണെങ്കിൽ അതിനെ റെക്കഗ്നൈസ് ചെയ്തിട്ട് അതിനെന്ത് ചെയ്യുക, ആ മീനിങ്സും വേർഡ്സും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുത്ത് അതിനെ കറക്റ്റ് ഒരു ഏരിയയ്ക്ക് മാറ്റുക, അല്ലെങ്കിൽ അതിനെ സെപ്പറേറ്റ് ചെയ്ത് മാറ്റുക എന്നുള്ളൊരു കാര്യമാണ് അവിടെ ഇതിൻ്റെ ഒരു മേജറായിട്ടുള്ള ഫങ്ഷൻ. അപ്പം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഏരിയയ്ക്ക് ഒരു ഡെഫിഷ്യൻസി അല്ലെങ്കിൽ ഇവിടെ ഒരു എന്തെങ്കിലും ഡാമേജോ ഇഞ്ചുറിയോ കാര്യങ്ങളോ അവിടെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലാംഗ്വേജ് ഫോർമേഷനും കാര്യങ്ങളോ അല്ലെങ്കിൽ മീനിങ് ഫോർമേഷനും കാര്യങ്ങളോ എന്ത് ചെയ്യില്ല, കറക്റ്റായിട്ട് വർക്ക് ചെയ്യില്ല. അതെന്താവും സെപ്പറേറ്റഡ്ലി വേറെ രീതിക്ക് ആയിപ്പോകുന്നാണ് പറയുന്നത്. ദെൻ ഡാമേജ് ടു വെർണിക്സ് ഏരിയ ക്യാൻ റിസൾട്ട് ഇൻ റെസിപ്റ്റീവ് ഫ്ലുവൻ്റ് അഫാസിയ, where a person can speak with normal flow and rhythm but lacks meaningful content in their speech. ഇപ്പോൾ വെർണിക്സ് ഏരിയയ്ക്ക് ഒരു ഇതൊക്കെ വരികയാണെങ്കിൽ പാർക്കിൻസൺസ് ഡിസീസ് അതൊക്കെ വരാനുള്ളൊരു ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അവിടെ എന്താണ് ആ ഒരു ഏരിയയ്ക്ക് നമ്മളെ ഫ്ലുവൻ്റ് അഫാസിയ, നമ്മളെ ഫ്ലുവൻസിയും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടുക, മീനിങ്സും കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് വരാതിരിക്കുക, അല്ലെങ്കിൽ അവർ പറയുന്ന കണ്ടൻറ്റിൽ ആ പറയുന്നൊരു കണ്ടൻറ്റ് ഓഫ് സ്പീച്ചിൽ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളും കാര്യങ്ങളും വരിക എന്നുള്ളതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് അവിടെ വരും എന്നുള്ളതാണ് പറയുന്നത്. ദീസ് അസോസിയേഷൻ ഏരിയാസ് ആർ റീജിയൻസ് ഓഫ് ദ സെറിബ്രൽ കോർട്ടെക്സ് ദാറ്റ് ഡു നോട്ട് ഹാവ് എ സ്പെസിഫിക് സെൻസറി മോട്ടോർ ഫങ്ഷൻ. ഈ ഒരു ഏരിയ എന്താണ്, റീജിയൻസ് ഓഫ് സെറിബ്രൽ കോർട്ടെക്സ് ആണ്. പിന്നെന്താ അവിടെ മേജറായിട്ടുള്ളൊരു സ്പെസിഫിക് സെൻസറി മോട്ടോർ ഫങ്ഷൻസും കാര്യങ്ങളൊന്നും വരുന്നില്ല. Instead, they integrate and interpret information from various sources of enable higher cognitive processes such as memory, learning and decision making. ഇതുപോലെ തന്നെ എന്താണ് മെമ്മറി, ലേണിംഗ്, ഡിസിഷൻ മേക്കിംഗ് അങ്ങനത്തെ ഒരു കോഗ്നിറ്റീവ് പ്രോസസ്സിലും വലിയൊരു അസോസിയേഷൻ വരുന്നുണ്ട്. അല്ലെങ്കിൽ എന്താ ആ ഒരു വലിയ സോഴ്സസുകളിൽ നിന്ന് ആ കാര്യങ്ങളെ ഗ്യാദർ ചെയ്തിട്ട് ഇപ്പോൾ അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ നമുക്ക് ലാംഗ്വേജ് മനസ്സിലാക്കി കഴിഞ്ഞാലല്ലേ നമുക്കൊന്ന് തിങ്കിങ്ങും മെമ്മറിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വർക്കൗട്ട് ആവും. അപ്പോൾ അതന്നെ ലാംഗ്വേജ് കോംപ്രഹെൻഷൻ എന്നുള്ളൊരു കാര്യം തന്നെ നമ്മൾ എന്ത് ചെയ്താൽ മതി, വെർണിക്സ് ഏരിയ പഠിക്കുമ്പോൾ മേജറായിട്ട് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ തന്നെ
ഒരുവിധം കാര്യം നമുക്ക് പിടുത്തം കിട്ടും. സോ the next one is prefrontal and limbic association area with സ്പെഷ്യൽ എംഫാസിസ് ഓൺ ബ്രോക്കാസ് ഏരിയ. ബ്രോക്കാസ് ഏരിയയിൽ ഈ ഒരു കാര്യം എങ്ങനെ വരുന്നു എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് ആയിട്ട് നോക്കുന്നത്. ബ്രോക്കാസ് ഏരിയ റീജിയൻ ഓഫ് ദ ബ്രെയിൻ ദാറ്റ് കണ്ടെയ്ൻസ് ന്യൂറോൺ ഇൻവോൾവ് ഇൻ സ്പീച്ച് ഫങ്ഷൻ. നമ്മൾ പറയുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ നമ്മളെ സ്പീച്ച് ഫങ്ഷൻസ് അല്ലെങ്കിൽ വേർഡ് ഫോർമേഷനിൽ ഇപ്പോൾ ലാംഗ്വേജും മീനിങ്ങും കാര്യങ്ങളും മനസ്സിലാക്കുന്നതാണ് ഇത് നമ്മൾ വെർണിക്സ് ഏരിയയുടെ മേജറായിട്ടുള്ളൊരു ഫങ്ഷൻ. അപ്പോൾ ഈ ഒരു ബ്രോക്കാസ് ഏരിയത്തെ ന്യൂറോൺസ് മേജറായിട്ട് ഇവിടെ എന്താ സ്പീച്ച് ഫങ്ഷനിലാണ് മേജറായിട്ട് ഇൻവോൾവ് ആയിട്ടുള്ളത്. ദിസ് ഏരിയ ലൊക്കേറ്റഡ് ഇൻ ദ ഫ്രോണ്ടൽ പാർട്ട് ഓഫ് ദ ലെഫ്റ്റ് ഹെമിസ്ഫിയർ ഓഫ് ദ ബ്രെയിൻ. ഫ്രോണ്ടൽ പാർട്ടിൽ തന്നെ ലെഫ്റ്റ് ഹെമിസ്ഫിയറിലാണ് എന്ത് നമ്മൾ ഈ ഒരു ഏരിയ ലൊക്കേറ്റഡ് ആയിട്ടുള്ളത്, ബ്രോക്കാസ് ഏരിയ എന്ന് പറയുന്നത് ലൊക്കേറ്റഡ് ആയിട്ടുള്ളത്. വാസ് ഡിസ്കവേർഡ് ഇൻ 1861 ബൈ ഫ്രഞ്ച് സർജൻ പോൾ ബ്രോക്ക. എന്താണ് ഡിസ്കവേർഡ് ആക്കിയത് 1861 ഫ്രഞ്ച് സർജൻ പോൾ ബ്രോക്ക. എന്താണ് ബ്രോക്കാസ് ഏരിയ എന്ന് പറയാനുള്ളൊരു കാരണം 1861 ആൾ കണ്ടുപിടിച്ചു വിട്ട ഈ കാര്യം. സോ നമ്മളൊരു എത്രത്തോളം ലെജൻഡായിട്ടുള്ള ഒരാൾ അങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടാണ് നമുക്കൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിലോ കൃത്യമായി ഡയഗ്നോസ് ചെയ്യാൻ പറ്റുക. ഓരോ ഏരിയയ്ക്ക് ഓരോ പേരും കാര്യങ്ങളൊക്കെ വരണമല്ലോ. ഫൗണ്ട് ദാറ്റ് ഇറ്റ് സെർവ്സ് എ വിറ്റൽ റോൾ ഇൻ ജനറേഷൻ ഓഫ് ആർട്ടിക്കുലേറ്റ് സ്പീച്ച്. നമ്മൾ ആർട്ടിക്കുലേറ്റ് സ്പീച്ചിലും കാര്യത്തിലും ഒരു വിറ്റൽ റോൾ ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ദ ബ്രോക്കാസ് ഏരിയ ലൈസ് സ്പെസിഫിക്കലി ഇൻ ദ തേർഡ് ഫ്രോണ്ടൽ കോൺവൊല്യൂഷൻ ജസ്റ്റ് ആൻറ്റീരിയർ ടു ദ ഫേസ് ഏരിയ ഓഫ് ദ മോട്ടോർ കോർട്ടെക്സ് ആൻഡ് ജസ്റ്റ് എബവ് ദ സുല്ലീവൻ ഫിഷ്യർ. അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു അനാട്ടമിയാണ് ഇവിടെ പറയുന്നത്. ഞങ്ങളൊരു ആൻറ്റീരിയർ കുറച്ച് ഇതായിട്ടുള്ളത് ടു ദ ഫേസ് ഏരിയ ഓഫ് മോട്ടോർ കോർട്ടെക്സിൻ്റെയും എബവ് ദ എന്താണ് സൈലീവിയൻ ഫിഷറിൻ്റെയും ഏരിയയിലായിട്ടായിരിക്കും ഉണ്ടാവുക എന്നാണ് പറയുന്നത്. സോ അതിൽ രണ്ട് ഏരിയയാണ് പറയുന്നത്. ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 2 ഏരിയാസ്. ദ പാർസ് ട്രയാങ്കുലറൈസിസ് എന്താണ് ബ്രോഡ്മാൻ ഏരിയ 45 എന്നും ആൻഡ് ദ പാർസ് ഓപ്പർക്കുലാരിസിസ് ബ്രോഡ്മാൻ ഏരിയ 44 എന്നും പറയും. മേജറായിട്ട് രണ്ട് ഏരിയനെയാണ് അവിടെ മേജറായിട്ട് പറയുന്നത്. സോ അതിൻ്റെ ഒരു മേജർ ഫങ്ഷൻസ് നമ്മളൊരു പിക്ചറായിട്ട് അവിടെ റെപ്രസെൻ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. സൈലൻറ്റ് റീഡിങ്, സ്പീച്ച് പ്രൊഡക്ഷൻ, build sentence structure, applying grammar, understanding rhythm patterns in speech, action limitations, plans movements for speaking and writing, language comprehension. സോ നമുക്കത് എന്തൊക്കെയാണെന്നുള്ളൊരു കാര്യം നോക്കാം. ദ ബ്രോക്കാസ് ഏരിയ ഈസ് കണക്റ്റഡ് ടു ദ അതർ റീജിയൻസ് ഓഫ് ദ ബ്രെയിൻ ഇൻക്ലൂഡിങ് ദ വെർണിക് ഏരിയ. കണ്ടോ, അതാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇപ്പോൾ ലാംഗ്വേജ് കോംപ്രഹെൻഷൻ കേട്ടപ്പോൾ ഒരു ഡൗട്ട് വന്നിട്ടുണ്ടാവും, ഇതിപ്പോൾ എങ്ങനെ രണ്ട് ഏരിയയിൽ വന്നതെന്നുള്ളത്. സോ അതിനുള്ളൊരു ക്ലാരിഫിക്കേഷനാണ് എന്ത് നമുക്കിപ്പോൾ അവിടെ കറൻറ്റ്ലി കിട്ടിയിട്ടുള്ളത്. സോ എന്താണ് രണ്ട് ഏരിയയ്ക്കും ഈ ഒരു ഭാഗം കണക്ട് ചെയ്തിട്ട് പോകുന്നു എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. സോ എന്താണ് ലാംഗ്വേജ് നമ്മളെ വെർണിക്സ് ഏരിയനായിട്ടും ഇത് എന്ത് ചെയ്യുന്നുണ്ട്, കണക്റ്റ് ആയിട്ടാണ് കിടക്കുന്നത് ബൈ എ ന്യൂറൽ ട്രാക്ട് നോൺ ആസ് ദ ആർക്വേറ്റ് ഫെസിലിക്കസ്. ഇപ്പം എന്താ നമ്മളെ ഈ ഒരു ന്യൂറൽ ട്രാക്റ്റിൽ തന്നെ എന്ത് ഒരു ആർക്വേറ്റ് ഫാസ്കലസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. സോ ദാറ്റ് മീൻസ് എന്താണെന്ന് വെച്ചാൽ അതങ്ങനെ ഒരു കണക്ഷൻ ഇതായിട്ട് കിടക്കുന്നു. അപ്പോൾ വെർണിക്സ് ഏരിയനായിട്ട് തന്നെ അവിടെ കണക്റ്റ് ആവുന്നു, ബ്രെയിനിൻ്റെ ബാക്കിയുള്ള ഒരു ഏരിയ ആയിട്ടും കണക്റ്റ് ആവുന്നു. അതിൻ്റെ ഒരു ഫങ്ഷൻസിലും ഇത് എന്ത് ചെയ്യുന്നുണ്ട്, മേജറായിട്ട് ഇൻവോൾവ് ആയിട്ടുണ്ട്. ഇൻ അഡീഷൻ ടു സെർവിങ് എ റോൾ ഇൻ സ്പീച്ച് പ്രൊഡക്ഷൻ. ഈ ഒരു ഏരിയയ്ക്ക് ഡാമേജ് വരികയാണെങ്കിൽ, എപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ്, നമ്മൾ ഫിസിയോളജി പഠിക്കുകയാണെങ്കിൽ മേജറായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കിയൊരു മീൻസ് ഫസ്റ്റ് ഒരു ഏരിയ പഠിക്കുകയാണെങ്കിൽ തന്നെ അതിൻ്റെ ഡാമേജസ് എന്താണെന്നുള്ളത് നോക്കുക. വി തിങ്ക് ഇൻ ദ നോട്ട് ഇൻ എ പോസിറ്റീവ് വേ, ഇൻ എ നെഗറ്റീവ് വേ നമ്മൾ തിങ്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഫങ്ഷൻസ് എന്താണെന്നുള്ളൊരു കാര്യം നമുക്ക് പിടുത്തം കിട്ടുന്നുണ്ടായിരിക്കും. സോ അത്രേ ഉള്ളൂ ഫിസിയോളജി പഠിക്കാനുള്ളൊരു ഈസിയസ്റ്റ് വേ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക. അപ്പോൾ എന്താണ് ഇതിൽ സ്പീച്ച് പ്രൊഡക്ഷൻ കറക്റ്റായിട്ട് ചെയ്യുന്ന ഒരു ഏരിയയിൽ ബ്രോക്കാസ് ഏരിയയ്ക്ക് ഒരു വലിയ റോളുണ്ട്. ദ ബ്രോക്കാസ് ഏരിയ ഇസ് ആൾസോ ഇൻവോൾവ് ഇൻ ലാംഗ്വേജ് കോംപ്രഹെൻഷൻ. വെർണിക്സ് ഏരിയ ആയിട്ട് ഇൻ്റർ കണക്റ്റഡ് ആയി അല്ലെങ്കിൽ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ എന്തുണ്ട്, ലാംഗ്വേജ് കോംപ്രഹെൻഷനിലും വലിയൊരു റോളുണ്ട്. ഇൻ മോട്ടോർ റിലേറ്റഡ് ആക്ടിവിറ്റീസ് അസോസിയേറ്റഡ് വിത്ത് ഹാൻഡ് മൂവ്മെൻറ്റ്സ്. ഹാൻഡ് മൂവ്മെൻറ്റ്സിലും കാര്യങ്ങളിലൊക്കെ
ഒരു റോള് വരുന്നുണ്ട്. പിന്നെന്താ, സെൻസറി മോട്ടോർ ലേണിംഗ് ആൻഡ് ഇൻ്റഗ്രേഷൻ. സെൻസറി മോട്ടോർ ലേണിംഗ് ഇൻ്റഗ്രേഷൻ. സെൻസറി മോട്ടോർ ലേണിംഗ് പറഞ്ഞാൽ ഇപ്പോൾ പർട്ടിക്കുലറായി നമ്മൾ സെൻസറി ന്യൂറോൺസ് ഒക്കെ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കാര്യത്തിൽ നമ്മൾ ഒരു സെൻസോ കാര്യങ്ങളോ അവിടെ ഫോം ആവുകയാണെങ്കിൽ ആ ഒരു കാര്യത്തിന് എങ്ങനെ മനസ്സിലാക്കുന്നു, അതിന് പർട്ടിക്കുലർലി നമ്മളെങ്ങനെ നമ്മളെ മോട്ടോർ ഫങ്ഷൻസ് ചെയ്യണം എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കുകയാണ് എന്ത് നമ്മൾ ആ ഒരു ഇതിൽ നോക്കുന്നുണ്ടാവുക. സോ നമ്മൾ വെർണിക്സ് ഏരിയ, ലോക്കസ് ഏരിയ, 2 ഏരിയ പഠിച്ചു. വെർണിക്സ് ഏരിയയിൽ നമ്മൾ ലാംഗ്വേജ് കോംപ്രഹെൻഷൻ, ഇതിൽ അതുപോലെ തന്നെ സ്പീച്ച് പ്രൊഡക്ഷൻ എന്നുള്ളൊരു ഏരിയയാണ് മേജറായിട്ട് വരുന്നത്. സോ ദ നെക്സ്റ്റ് വൺ ഈസ് എന്താണ്, നമ്മളെ ഏരിയ ഫോർ റെക്കഗ്നിഷൻ ഓഫ് ഫേസസ്. സോ ദ ഏരിയ ഫോർ റെക്കഗ്നിഷൻ ഓഫ് ഫേസസ് എന്താണ്? ഫേഷ്യൽ ഐഡൻറ്റിറ്റി റെക്കഗ്നേഷൻ ഈസ് എ ഫണ്ടമെൻ്റൽ ടു ഹ്യൂമൻ സോഷ്യൽ ഇൻട്രാക്ഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. നമ്മളൊരാളുടെ ഫേസ് മനസ്സിലാക്കുക അല്ലെങ്കിൽ ഒരാളുടെ ഫേസ് നോക്കുക, അതിനെ നോക്കി കാണുക എന്നുള്ള എന്താണ് ഒരു ഫണ്ടമെൻ്റൽ, ഒരു അടിസ്ഥാനമായിട്ടുള്ളൊരു ഹ്യൂമൻ സോഷ്യൽ ഇൻട്രാക്ഷൻ്റെയും കമ്മ്യൂണിക്കേഷൻ്റെയും ബേസ് ആണെന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ദ എബിലിറ്റി allow us to distinguish between countless individuals from close family members to causal acquaintances. ഇപ്പോൾ ഏതാ നമ്മളൊരു ഈ ഒരു ഇതിന്ന് എന്ത് ചെയ്യുക, ഈ ഒരു എബിലിറ്റി കാരണമാണ് നമുക്കൊരു കൗണ്ട്ലെസ് ഇൻഡിവിജ്വൽസ് നമ്മളെ ക്ലോസ് ഫാമിലി മെമ്പേഴ്സിനെയും അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ആൾക്കാരെയൊക്കെ നമുക്കൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതെന്നാണ് പറയുന്നത്. റെക്കഗ്നൈസിങ് ഫേസസ് ഹെൽപ്പ് us navigate social environments, build relationships and understand emotional cues, making it an indispensable skill for daily life. ഇപ്പോൾ ഏതാ റെക്കഗ്നൈസിങ് ഫേസ് നമ്മളതിനെ ഒരു സോഷ്യൽ എൻവറോൺമെൻറ്റ്സിക്ക് നാവിഗേറ്റ് ചെയ്യാനും പിന്നെ റിലേഷൻഷിപ്സ് ബിൽഡ് ചെയ്യാനും പിന്നെന്താ ഇമോഷണൽ ക്യൂസ് മനസ്സിലാക്കാനും. ഇപ്പോൾ ഒരാളുടെ ഒരു ഫേസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ മനസ്സിലാവുമല്ലോ ആളെ ഏത് മൂഡിലായിരിക്കുക എന്നൊക്കെ. പിന്നെ അതുപോലെ എന്താ ഒരു ഇൻഡിസ്പെൻസിബിൾ, നമുക്കൊരു ചിലവോ കാര്യങ്ങളോ ഇല്ലാതെ അല്ലെങ്കിൽ ഒരു ഇൻഡിസ്പെൻസിബിൾ ആയിട്ടുള്ള ഒരു സ്കില്ലാണ് എന്ത് നമ്മളെ ഡേ ടു ഡേ ലൈഫിൽ നടക്കുന്ന ഒരു ഇതാണ് എന്ത് പറയുന്നത് നമ്മൾ ഈ ഒരു ഫേസ് റെക്കഗ്നിഷൻ അല്ലെങ്കിൽ നമ്മളൊരു ഫേസിനെ മനസ്സിലാക്കുക എന്നുള്ളൊരു കാര്യമൊക്കെ പറയുന്നത്. എന്താണ് നമ്മളെ മാൻഡറ്ററി ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മളെ ഡെയിലി ലൈഫിന് അല്ലെങ്കിൽ ഡേ ടു ഡേ ലൈഫിന് മാൻഡറ്ററി ആയിട്ട് അല്ലെങ്കിൽ കമ്പൽസറി ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമ്മൾ ഫസ്റ്റ് ഒരാളൊരു മുഖം കണ്ടിട്ടാലോ നമ്മളിപ്പോൾ അവരേനെ ഫസ്റ്റ് ജഡ്ജ്മെൻറ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് അനലൈസിങ് എന്നൊക്കെ പറയുന്നത് എന്താ, അവരൊരു മുഖം കണ്ടിട്ടാണ് നമ്മൾ ആ ഒരു കാര്യം ഉണ്ടായിരിക്കുക. സോ നമ്മളതിൽ ഫസ്റ്റ് നോക്കാൻ പോവാണ്. ഫസ്റ്റ് ഏരിയയാണ് അവിടെ എന്ത് ഈ ഒരു ഏതാണ് ഹൗ വി പെർസീവ് ഫേസസ്. നമ്മളിപ്പോൾ എങ്ങനെ മുഖങ്ങളേനെ അല്ലെങ്കിൽ നമ്മൾ ഫേസുകളേനെ എങ്ങനെ പെർസീവ് ചെയ്യുന്നു അല്ലെങ്കിൽ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് നോക്കുന്നത്. ഹ്യൂമൻ പെർസീവ് not merely as a collection of individual features like eyes, a nose or a mouth, but rather as a unified whole. This phenomenon is known as holistic processing. എന്താണ് ഹ്യൂമൻസ് ഫേസ് പെർസീവ് ചെയ്യുക ഒരു കളക്ഷൻ ഓഫ് ഫീച്ചേഴ്സ് വെച്ചിട്ടാണ്. എന്താണ് അല്ലെങ്കിൽ എന്താ ഹ്യൂമൻസ് പെർസീവ് ചെയ്യുക ഫേസസ് എങ്ങനെയാണ് നമ്മളൊരു കളക്ഷൻ ഓഫ് ഇൻഡിവിജ്വൽസിനെ വെച്ചിട്ടാണ്.